വിഷ്ണു രാവിലെ മീൻവണ്ടിയുടെ സൗണ്ട് കേട്ടു. അപ്പോൾ ഓർത്ത് കുറച്ച് മീൻ വേണം. നോക്കിയപ്പം നല്ല അയല. അപ്പം എന്താ അയല പൊരിക്കാൻ വേണ്ടി നല്ല പച്ച കുരുമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി നമ്മുടെ ഇടിക്കണ കല്ലില്ലേ ഇതിലങ്ങ് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ മീൻ കറി വയ്ക്കാനായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം മീൻ കറി വയ്ക്കാൻ വേണ്ടി സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല ഇന്ന് ചേർക്കണില്ല കേട്ടോ. കാരണം നമ്മൾ അയല മുളകിട്ട് വയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഫിഷ് മസാല ചേർക്കണില്ല. ഇങ്ങനത്തെ നമ്മുടെ സാധാരണ മസാലയിൽ അത് മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടതിന് ശേഷം പുളിയിട്ടതിന് ശേഷം കറക്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്ത് എപ്പോഴും നമ്മൾ ചെയ്യണത് തന്നെ നന്നായിട്ട് തിളയ്ക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വേകും, എണ്ണയൊക്കെ ഒന്ന് പിരിഞ്ഞ് വരും. അപ്പം നമ്മൾ ആദ്യമേ എണ്ണ ഒഴിച്ച് ഉലുവായിട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ താളിച്ചത്. അപ്പോൾ എന്താ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം വേണമെങ്കിൽ താളിച്ചിട്ട് നമുക്ക് ഇത് മസാലകളൊക്കെ ഇടാം. അല്ലെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് മീൻ കറിയിലേക്ക് താളിച്ചൊഴിക്കാം. ഞാൻ ആദ്യമേ ചെയ്തിരുന്നു. അപ്പം എന്താ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എനിക്ക് ഒരാൾക്കേ ഉള്ളൂ കേട്ടോ കറി, അതുകൊണ്ടാണ് കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ കറി വയ്ക്കാൻ. അപ്പം പീസുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കരുത്, ലൈറ്റായിട്ടൊന്നിങ്ങനെ ഇത് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം പൊടിഞ്ഞു പോകും. അതിനുശേഷം നമുക്കിപ്പോൾ വറക്കാൻ എടുത്ത് വെച്ചിരിക്കുന്ന വറക്കാനുള്ളത്തെ പൊരിക്കാനുള്ള മസാലകൾ നമ്മൾ ഓൾറെഡി പച്ചക്കുരുമുളകും നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചിയും ചതച്ച് വെച്ചതും, പിന്നെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയാണിത്. ഇത് നമുക്ക് ഇതിനകത്തേക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് മീൻ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ എന്താ റെഡി ആയിട്ടുണ്ട്. നല്ല മുളകിട്ട മീൻ കറിയും മീൻ പൊരിച്ചതും. നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കുന്നതിനെക്കാളും എനിക്ക് അയല മുളകിട്ട് വയ്ക്കുന്നതാണ് ഇഷ്ടം. അയല, മത്തിയൊക്കെ മുളകിട്ട് വയ്ക്കുന്നതിന് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര തണുപ്പായതുകൊണ്ട് നമുക്ക് ഈ മുളകരച്ച കറികളാണ് കേട്ടോ ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. മീൻ പൊരിച്ചതിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചക്കുരുമുളക് ഇട്ടത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.